ഹലോ. ഹലോ. വീണ്ടും ഒരു ചെറിയ ട്രിപ്പ് ട്രിവാൻഡ്രത്തേക്കാണ്. ഒരു ചെറിയൊരു ട്രിപ്പാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഇത്തവണ രമേശ് ഏട്ടനില്ല. പോകുന്ന വഴിയെ ഓരോ കാര്യങ്ങൾ നമുക്ക് പറയാം. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. കോട്ടയം വഴിയാണ് വന്നത് കേട്ടോ. വളഞ്ഞ് ഭയങ്കര വളവും തിരിവുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഗൂഗിൾ മാപ്പ് കാണിച്ച വഴി കൂടെ ഒക്കെ ഇനി വന്നു. അപ്പോൾ ബൈപ്പാസിലൊക്കെ കയറി നമ്മൾ തിരുവല്ല ടച്ച് ചെയ്തില്ല, ചങ്ങനാശ്ശേരി അങ്ങോട്ടൊന്നും പോയില്ല. എങ്ങനെയൊക്കെയോ ചെങ്ങന്നൂർ ഇപ്പോൾ എത്തി. ഒരുപാട് വളവും തിരിവും ഉണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. അപ്പം പറഞ്ഞിട്ടുണ്ട്, അപ്പം കഴിക്കും. നല്ല വിശപ്പുണ്ടല്ലേ? അതുകൊണ്ട് ടേസ്റ്റ് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. എന്ത് കിട്ടിയാലും നല്ല രുചിയാണെന്ന് പറയും. അപ്പം സ്റ്റൂ എങ്ങനെയുണ്ട്? ചെങ്ങന്നൂർ കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ ഇത്തിരി വീതിയുള്ള റോഡ് കണ്ടത്. ഇപ്പോഴാണ് ആശ്വാസമായിട്ട് ഡ്രൈവ് ചെയ്യുന്നത്. മറ്റത് എത്ര വളവായിരുന്നു. അങ്ങനെ ചടയമംഗലെത്തി. ജടായുപ്പാറ കാണാം നേരെ മേളിൽ. ട്രിവാൻഡ്രം എത്താറായപ്പോൾ ഡൈവേർട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ്. അവിടെ പണി നടക്കുകയാണ്. റോഡിൻ്റെ വലിയൊരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ നടുക്കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര മിനിറ്റ്? 40 മിനിറ്റ്സിൽ എത്തും എന്നാണ് കാണിക്കുന്നത്. പക്ഷെ റോഡ് എന്തായാലും നല്ല രസമുണ്ട്. ഇതിലൊന്നും ഞാൻ വന്നിട്ടേ ഇല്ല ഇതുവരെ. വെഞ്ഞാറമൂടെന്ന് എവിടെയോ ഡൈവേർട്ട് ചെയ്ത് വിട്ടു. വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ എത്തിയപ്പോൾ തന്നെ അവിടെ കംപ്ലീറ്റ് കുഴിച്ചിട്ടിരിക്കുക. വന്ന വണ്ടികളെല്ലാം ഇതിലെയാണ് പോകുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ എത്താറായി. കഴക്കൂട്ടം കഴിഞ്ഞു, ട്രിവാൻഡ്രം എത്തിക്കൊണ്ടിരിക്കുന്നു. ദലൂലും ഒക്കെ കാണാമല്ലോ ഇവിടുന്ന് അല്ലേ? ഇനിയാണ് ഓബൈ താമര. അതേ ഒരു ഓ കാണാൻ മേലുള്ളത് തന്നെ. അതന്നെ. കാറിൽ കയറി തൊട്ട് ശ്രേയ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എപ്പോൾ എത്തും എന്ന്. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതിൽ നോക്കുമ്പം ഇനി 4 hours ഉണ്ട്, 3 hours, ഇനി 2 more hours അങ്ങനെ കാണിക്കുമ്പോൾ ശ്രേയ ചോദിക്കായിരുന്നു എപ്പോഴെങ്കിലും 10 minutes ഉള്ളൂ എന്ന് കാണിക്കുമോ എന്ന്. അതേ ഇപ്പോൾ വന്നു തോന്നുന്നു. അതെ 8 minutes ഉള്ളൂ. നോക്കിക്കോളും, 8 മിനിറ്റിലെത്തും. സമാധാനമായോ ശ്രേയ? കുറേ നേരം ഇരുന്നിരുന്ന് മടുത്തു. ശരിക്കും ട്രിവാൻഡ്രത്തേക്കുള്ള ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു വലിയ പണിയാണ്. പക്ഷെ ഡ്രൈവിങ് ഇഷ്ടമായതുകൊണ്ടും ഒട്ടും ബ്ലോക്ക് ഇല്ലായിരുന്നു. കോട്ടയം വഴി വന്നതുകൊണ്ട് വളവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ബ്ലോക്കില്ല. നല്ല റോഡും ആയിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കുറേ ടൈം എടുത്തു. നമ്മളെപ്പോൾ ഇറങ്ങിയതാ? 6 മണിക്ക് ഇറങ്ങി. 6 മണി 6:30. 6:30 ഇറങ്ങിയിട്ട് ഇതാ ഇപ്പൊ 12:30 ആയപ്പോ എത്തിയില്ലേ? 12:40. അത് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. മോശമില്ലല്ലേ എൻ്റെ ഡ്രൈവിങ്? ഇല്ല. ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന റൂം കാണണ്ടേ നിങ്ങൾക്ക്? വരും. റൂം കാണിക്കുന്നതിന് മുമ്പ് വേറെ ഒരു സംഭവം ഇത് കണ്ടോ? അതെന്താണ് നോക്കൂ. ഗോപുരം കാണുന്നില്ല. ഗോപുരം കാണാമോ? അതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരം. ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങളുടെ റൂമിൽ നിന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണാം. ഇത് കണ്ടോ? ഇത്രയും അടുത്താണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടുത്തെ ചുറ്റമ്പലം കാണാം, ശ്രീകോവിൽ കാണാം, ആ വലിയ ഗോപുരം കാണാം. ഇനി നമുക്ക് റൂം കാണാം. അതാണ് റൂം. ഇതാണ് റൂം. ഒരു സംഭവമാണ് തുറന്നു കഴിഞ്ഞാൽ ഇത് ഫുൾ ഗ്ലാസ് ആണ്. ഇവിടുന്ന് ഈ ബെഡിലിരുന്ന് നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണാം. നല്ല റൂം അല്ല? എനിക്കിഷ്ടപ്പെട്ടു. വലിയൊരു മിറർ, ഫുൾ മിറർ ഉണ്ട്. ഇത്രയും വാർഡ്രോബ് ഉണ്ട്.
ഇനി വൈകിട്ട് എൻ്റെ ഒരു സ്റ്റുഡൻറ്റും കൂടെ ഇവിടെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു മ്യൂസിക് ട്രിപ്പാണ്. പിന്നെ വേറെ 1-2 കാര്യങ്ങളും കൂടെ ഉണ്ട്, അതെല്ലാം വഴിയെ പറയാം. അപ്പോൾ വൈകുന്നേരം ആരാ സ്റ്റുഡൻറ്റ് വരുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ കുട്ടിയെ. അപ്പോൾ ഇനി നമുക്ക് ഉച്ചയായി എത്തിയപ്പോൾ ഇനി ലഞ്ചൊക്കെ കഴിക്കാൻ പോകണം. അങ്ങനെ ഞങ്ങളിവിടെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്. ഫ്രൈഡ് റൈസും ചില്ലി ഗോബി, പിന്നെ ഒരു മീൽസ് വെജാണ്. ഇത് റൂമിൽ ഓർഡർ ചെയ്ത് ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉച്ചയായി ഇവിടെ എത്തിയപ്പം ഇനി വീണ്ടും വെയിലത്ത് പുറത്തേക്ക് പോകാനൊരു മടി. ഞങ്ങൾ റെഡി ആയിട്ട് ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ പോവാണ്. അവിടെ നിന്ന് ഓണവില്ല് വാങ്ങാൻ വേണ്ടിയാണ് പോകുന്നത്. അതായത് ഓണവില്ല് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. തിരുവോണത്തിൻ്റെ സമയത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു വഴിപാട് സമർപ്പിക്കുന്നതാണ് ഈ ഓണവില്ല് എന്ന് പറയുന്നത്. അതായത് ഒരു മരക്കഷ്ണത്തിൽ, നീണ്ട ഒരു മരക്കഷ്ണത്തിൽ, അത് വില്ലിൻ്റെ ആകൃതിയിലുള്ള മരക്കഷ്ണത്തിൽ വളരെ ഭംഗിയായിട്ട് ദൈവത്തിൻ്റെ ചിത്രങ്ങൾ പെയിൻറ്റ് ചെയ്യും. അത് ഭഗവാന് സമർപ്പിക്കും. നേരത്തെ തന്നെ ബുക്ക് ചെയ്താലാണ് അത് നമുക്ക് കിട്ടുക. വളരെ എനിക്ക് തോന്നുന്നു ലിമിറ്റഡ് നമ്പർ ഓഫ് ഓണവില്ലുകൾ മാത്രമാണ് ഓരോ വർഷവും പൂജിക്കുക എന്ന് തോന്നുന്നു. അപ്പോൾ നേരത്തെ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ അത് വീട്ടിൽ വെക്കുന്നത് വളരെയേറെ ഐശ്വര്യമാണെന്ന് പറയുന്നു. ഇത് പണ്ട് മുതലുള്ള ഒരു ആചാരമാണ്. അത് ആ ഒരു ഓണവില്ല് വാങ്ങാനാണ് ഇപ്പോൾ ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോയി തൊഴുതിട്ട് വന്നു. കറക്റ്റ് സമയത്ത് ദീപാരാധനയായിരുന്നു അല്ലേ. കുറേ നേരം അവിടെ നിന്ന് ദീപാരാധന തൊഴാൻ പറ്റി. 3 നടയിലും അല്ലേ, ഇങ്ങനെ 3 നടയിൽ നടുക്ക് നിന്ന് നന്നായിട്ട് തൊഴാൻ പറ്റി. ഇനിയിപ്പോൾ എന്താണ്, ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ കിഴക്കേ നടയിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. നല്ല രസമായി ലൈറ്റൊക്കെ കാണാം. അതെ, നോക്കാം. കഴിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം അല്ലേ. എങ്ങനെയുണ്ട് ശ്രേയ? എന്താ പറഞ്ഞ മൈസൂർ മസാല ദോശയോ? പക്ഷെ ഇവിടെ ഈ ഇത് ഇടുന്നുണ്ടെന്ന് തോന്നുന്നു, ചീസ് അല്ലേ? അല്ല, ഇതെന്താ ഇത്, മറ്റേ ദാലിൻ്റെ എന്താ ഇത്, പരിപ്പ്. ആ, കടലപ്പരിപ്പോ? അത് പൊതുവെ ഇടാറില്ലെന്ന് തോന്നുന്നു, പക്ഷെ ടേസ്റ്റ്. ഞങ്ങൾ കിഴക്കേ നടയിലും കൂടെ ഒന്ന് വന്നു. ഈ നടയിലാണ് ഒരു പ്രത്യേക വൈബാണ് ഇവിടെ വരുമ്പോൾ. മുഖം നല്ല ക്ലിയർ ആണോ? നല്ലത്, അത് നല്ല രസം. ക്ലിയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഫീച്ചേഴ്സ് ഒക്കെ നല്ലതാണ്. നല്ല മുഖം, നല്ല ഫേസാണ്. ബ്രഹ്മാവെല്ലാം മുഖമെല്ലാം ക്ലിയർ ആണ്. ശിവനുണ്ട്, ശിവൻ കയ്യിലൂടെ കറക്റ്റ് പൊസിഷൻ. ലക്ഷ്മി ഉണ്ട് ഇവിടെ അല്ലേ? ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ, സൃഷ്ടി സ്ഥിതി സംഹാരം, GOD. സൃഷ്ടി സ്ഥിതി സംഹാരം, GOD. അതാണ്. മഹാലക്ഷ്മി ഇവിടെ ലക്ഷ്മി ദേവി ഉണ്ട്. ഇത് വാങ്ങാം. ഇടയ്ക്ക് പീതാംബരി ക്ലീൻ ചെയ്ത് വെച്ചാൽ വാങ്ങിച്ചു. ഹലോ. അപ്പോൾ നന്ദുവാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ്. ഞങ്ങളുടെ കൂടെയാണ് ഇന്ന് നന്ദു. ഒരു ഹായ് പറയൂ നന്ദു. നന്ദുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങളുടെ പല വീഡിയോയിലും. എത്ര വർഷമല്ലേ സാവേരി സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ ഇങ്ങനെ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ നിന്ന് വഴിയൊന്നും തെറ്റിയില്ലല്ലോ? ഞങ്ങളുടെ റൂം കണ്ടേ, ഇത് തുറന്ന് കാണിച്ചു കൊടുക്കൂ.
കാണാവോ? ഗോപുരം കാണാം. ശ്രദ്ധ വീഡിയോ കോൾ ചെയ്യും. ശ്രദ്ധ ഇവിടെ നോക്കി, ഇവിടെ കാണിക്കും. ശ്രദ്ധനെ കാണിക്കുന്നു. ഹലോ, ശ്രദ്ധയെ മിസ് ചെയ്യുന്നു. ശ്രദ്ധയുടെയും കൂടെ ഒരു കുറവുണ്ടായിരുന്നു. നാളത്തെ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മീ വരാഹം ഭജേഹം ശ്രീലക്ഷ്മീ വരാഹം ഭജേഹം ശ്രീലക്ഷ്മീ വരാഹം ഭജേ ഭജേഹം. രാവിലെ 6 മണിക്ക് 7 മണിക്ക് ഇറങ്ങണം. അതാണ് ഈ ഹൈലൈറ്റ്. 6 മണിക്ക് ഇറങ്ങണം, 4 മണിക്ക് എണീറ്റ് തുടങ്ങും ഓരോരുത്തര് അല്ലേ? 2 മണി 3 മണിക്ക് കിടക്കുന്നത്. അതാണ് കോമഡി. 4 മണിക്ക് ആരും എണീക്കുന്ന അയാൾ കഷ്ടപ്പെടുമ്പോ ഞാനൊക്കെ ലാസ്റ്റ്. ആയുഷ ശരിയാ. ചേച്ചിക്ക് ചേച്ചി ആദ്യം എണീക്കും. ചേച്ചിമാരൊക്കെ ആദ്യം എണീക്കും, ഞാൻ ലാസ്റ്റ്. ഞാനൊക്കെ മിഡിലായിരുന്നു. അത് ഞാൻ പറയായിരുന്നു കേട്ടോ ശ്രദ്ധ. നാളെ രാവിലെ 7 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന്. അപ്പോൾ ആദ്യം അത് ഞാനായിരിക്കും എഴുന്നേക്കുന്നത് ആദ്യം. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് റെഡി ആകുമ്പോഴേക്കും പകുതി ആകുമ്പോഴാണ് ഓരോരുത്തർ എഴുന്നേറ്റ് വരാൻ. അത് പറഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, കാഞ്ചീപുരത്ത് പോയ സംഭവങ്ങളെല്ലാം. ഒന്ന് താളമിട്ട് പാടി കാണിച്ച രണ്ടുപേരും കൂടെ. ശ്രീലക്ഷ്മീ വരാഹം ഭജേഹം ശ്രീലക്ഷ്മീ വരാഹം ഭജേഹം. അതന്നെ. കനവിലും പഴനി എന്നിനവിലും പഴനി. എല്ലാം മറന്നു. എത്ര വർഷം മുമ്പ് പാടിയതല്ലേ? ഉറങ്ങണ്ടേ കുട്ടികളെ? 1 മണിയായി. പിന്നെ എന്തൊക്കെയാ വെങ്കടരമണ പാടി, ബാക്കി ഓർമ്മയില്ല. വേറെ ഏതൊക്കെയാ പാടി? അത് ഏത് പരിപാടി? മറ്റേ ആനുവൽ ഡേ പോലെ ചെയ്തില്ലേ, കരോക്കെ വെച്ചിട്ട് വെങ്കടരമണയുടെ കരോക്കെ, കനവിലും പഴനി വിത്ത് കരോക്കെ. സാമജ വരഗമന ഉണ്ടായിരുന്നു മറ്റേ അത് അത് ദുർഗേ നന്ദിനിയുടെയാണ്. ദുർഗേ നന്ദിനി. അല്ല, അതിന്റെ ഇടയിൽ ഒരു സ്വരമുണ്ട്, സാമജ വരഗമനയുടെ സ്വരം. എനിക്ക് എപ്പോഴും വരും അത്. അതിന്റെ ഓ, നിങ്ങൾ ഇതൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ പഠിച്ച കുറെ സാധനം ഇപ്പൊ തില്ലാനൊക്കെ അങ്ങനെയാ, അവിടെ ഉണ്ട് അങ്ങനെ. അല്ല, പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നില്ല ഇതൊന്നും. ഇതിന്റെ ബീജിയുടെ സ്വരങ്ങളൊക്കെ നിങ്ങള്, അതുപോലെ വിഷ്ണു സഹസ്രനാമത്തിനിടയിലെ ബീജിയുടെ എല്ലാ സ്വരങ്ങളും, ലളിതാ സഹസ്രനാമത്തിനിടയിലുള്ള സ്വരങ്ങൾ ഓർമ്മയുണ്ടോ? എനിക്ക് വിഷ്ണു നമ്മൾ അത് അത്രയും തറവാക്കി പഠിച്ചുകൊണ്ടാണ്. അതിന്റെ സ്വരങ്ങളെല്ലാം ഇപ്പോഴും പക്കയാണെന്ന് തോന്നുന്നല്ലേ വിഷ്ണു സഹസ്രനാമത്തിന്റെ ഇടയിൽ. എത്ര സ്റ്റേജിലല്ലേ പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ളത്. അന്ന് അതൊന്നും ഇല്ലായിരുന്നു. ആണ്. ഉറങ്ങണ്ടേ? അതാണ്, പാട്ടിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. രണ്ടുപേരും മാച്ചിങ് ആണല്ലോ. എങ്ങോട്ടാ? ശ്രേഷ്ഠ എടുക്കാൻ പോകണം. ഏത് അമ്പലമാണ് പറയില്ല. ഓക്കെ, ഇന്നലെ നമ്മളിരുന്ന് പ്രാക്ടീസ് ചെയ്ത കോമ്പസിഷൻ അല്ലേ? ഇപ്പം പറയണ്ടല്ലേ, ശ്രേഷ്ഠ കാണട്ടെ എല്ലാവരും. അപ്പം വേണമെങ്കിൽ ഗസ് ചെയ്യട്ടെ അല്ലേ? ഇന്നലെ നമ്മൾ പാടിയ കോമ്പസിഷൻ ഏതാണെന്ന് ആലോചിച്ചിട്ട് ആരെങ്കിലും ഗസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തോളൂ. നമ്മളിപ്പോൾ ഒരു ശ്രേഷ്ഠ എടുക്കാനാണ് പോകുന്നത്. ക്ഷേത്രത്തിൻ്റെ കുറച്ച് പോർഷൻസ് നമുക്ക് ഈ എപ്പിസോഡിലിടാം, ബാക്കി ശ്രേഷ്ഠയിൽ കാണട്ടെ അല്ലേ?
പത്മനാഭസ്വാമിയെ തൊഴുമായിരുന്നു. ഗോപുരം നേരെ കാണാമല്ലോ. ഇപ്പോൾ ശ്രേഷ്ഠ എപ്പിസോഡിൽ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കാം. ഏത് ക്ഷേത്രമാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യൂ. ഈ എപ്പിസോഡിൽ കണ്ടു കാണുമല്ലോ. ഇന്നലെ രാത്രി ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തു ചില കോമ്പസിഷൻസൊക്കെ. അപ്പം നമ്മൾ അവിടെ പോയിട്ട് ബാക്കി എപ്പിസോഡ് ഷൂട്ട് ചെയ്യാം. അറിയില്ല അവിടെ പോയിട്ട് എന്തൊക്കെയാണ് നടക്കാൻ പോകണമെന്ന് നോക്കാം. കണ്ടേ ഉള്ളൂ. തിരിച്ചു വരുമ്പോ കോളം ബീച്ചിങ് ഞങ്ങളുടെ ശ്രേഷ്ഠ ഷൂട്ടൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്കത് ശ്രേഷ്ഠ എപ്പിസോഡിൽ കാണാം. കണ്ടിട്ടുണ്ടാവും. ഞാൻ ശ്രേഷ്ഠ പോസ്റ്റ് ചെയ്തിട്ടേ വ്ളോഗ് പോസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വീണ്ടും ഞങ്ങൾ കിഴക്കേ നടയിൽ വന്നിരിക്കുകയാണ്. ശ്രേഷ്ഠയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. എൻ്റെ പൊങ്കലാണ്. അതെന്താ നന്ദു? നെയ് റോസ്റ്റ്. എനിക്ക് കേട് വട. കഴിക്കുക. കൊള്ളാവോ? വീണ്ടും ഡ്രസ്സൊക്കെ മാറ്റി അടുത്ത ശ്രേഷ്ഠ എപ്പിസോഡിന് റെഡിയായി അല്ലേ? ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ഇപ്പോൾ പറയണ്ട അല്ലേ? അത് നമ്മൾ ആക്ച്വലി ഇറക്കിയിട്ടായിരിക്കും വ്ളോഗ്. ആയിരിക്കും. എന്തായാലും പോവാം. ഷൂട്ടെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തളർന്നു. നല്ല വെയിലുണ്ട്. അങ്ങനെ ശ്രേഷ്ഠയൊക്കെ ഷൂട്ട് ചെയ്ത് തളർന്ന് വന്നിരിക്കുകയാണ് അല്ലേ? ആണല്ലേ? ഇല്ല, എന്താ അമ്മ ചെയ്തേ? എനിക്കറിയില്ല. ഞാൻ വെറുതെ ഒന്ന് അതൊന്ന് കഴുത്തിന്ന് ഊരാൻ നോക്കിയതാ. രണ്ടും കൂടെ കുടുങ്ങിയോ? അതെങ്ങനെ? കുറച്ചുകൂടെ കുരുങ്ങിയല്ലോ. എന്റെ മനസ്സിലായില്ലേ? പക്ഷെ അത് വലുതായതുകൊണ്ട് അതിന്റെ ഇടയിൽ കുറച്ചുകൂടെ കുരുക്കായി. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഈ കെട്ട് അഴിച്ച് ഈ കെട്ട് ഇത് ഒരുമിച്ച് ഇറക്കി അതിന്റെ ഇടയിൽ കൂടെ എടുക്കാൻ പറ്റില്ല. ഇല്ല, അങ്ങനെ അല്ല. അത് അതെങ്ങനെ അങ്ങനെ പിടിച്ച അത് മറ്റേ മാല ഊരാതെ ഞാൻ കിടന്നതാണ് പ്രശ്നമായത്. ഞാൻ തളർന്നു പോയി, അതുകൊണ്ടൊന്ന് കിടന്നതാ. IAS പാസ്സായിരിക്കുകയാണ്. ഭാവിയിലെ കളക്ടറെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രക്ഷപ്പെട്ടു. ഇന്ന് എന്ത് പോകും ഉച്ചയ്ക്ക്? ഇനി നെക്സ്റ്റ് നമ്മുടെ അടുത്ത ഷൂട്ടിന് കാണാം കേട്ടോ. ഇടയ്ക്ക് വീട്ടിൽ ക്ലാസ് വയ്ക്കുമ്പോൾ വരൂ. വീട്ടിൽ എറണാകുളത്ത് വരുമ്പം വിളിച്ചാൽ മതി. നമുക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. പിന്നെ പ്രോഗ്രാം വരുമ്പോൾ ഞാൻ പറയാം. ഓക്കെ. എത്ര മണിക്കാണ് ക്ലാസ് ഇന്ന്? ഓക്കെ മോളെ, ബൈ ബൈ. ശനി കാണാം. ഓക്കെ, ഞാൻ അവിടെ വരുമ്പോൾ പറയാം. ഇനി എപ്പോഴാണ് വരിക അങ്ങോട്ട്? ഇനി ദിവാലിക്ക് വരെ ഞങ്ങൾക്ക് അപ്പോൾ ഹോളിഡേ കിട്ടും. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യും. അതെ, ഞാനെല്ലാം നല്ല വിശ്വാസം. നിങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ബൈ ബൈ ബൈ. ബാത്റൂമിലൊന്നും ഇല്ലല്ലോ? ഇല്ല.
കാറിൻ്റെ നമ്പർ നോക്കിപ്പോ. അയ്യോ മിസ് ചെയ്യുന്നല്ലേ. നല്ല രസമായിരുന്നു. അതാണ് നമ്മുടെ വൈബുള്ള ആൾക്കാരാവുമ്പോൾ നല്ല രസമല്ലേ. അവൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ രാവിലെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ടയേർഡായിട്ട് ഉച്ചയ്ക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. വൈകിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി. ഇപ്പോൾ വൈകുന്നേരം വീണ്ടും ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ എപ്പോഴും വരാറുണ്ടല്ലേ. ഇവിടെ നല്ല ദോശ, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ദോശ കിട്ടും ഇവിടെ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ ഗൗരി ശങ്കർ എന്ന് പറഞ്ഞ ചെറിയ ഒരു ഹോട്ടലാണ്. ഹോംലി ഫുഡ് കിട്ടും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം ഇവിടെ കിട്ടും, രസവട. അപ്പം അതൊക്കെ ഒന്ന് കഴിക്കാം. എൻ്റെ രസവട ഇവിടെ വന്നു. ശ്രേയ മസാല ദോശ പറഞ്ഞേ. 2 തരം ചട്നി, സാമ്പാർ. എങ്ങനെയുണ്ട്, കഴിച്ചോ? നല്ല ടേസ്റ്റ്. ഞാൻ ഉണ്ണിയനും ഉത്തപ്പം പറഞ്ഞു. എന്തോ പറയുന്നുണ്ടല്ലോ. ഇതിൻ്റെ കൂടെ കറിയാണ്, സാമ്പാറല്ലേ? അല്ലല്ല, മതി. ഒണിയൻ ഉത്തപ്പത്തിൻ്റെ കൂടെ വേറെ എന്തോ ഒരു മസാലക്കറിയും കൂടെ ഉണ്ട്. 2 ചട്നി, സാമ്പാർ. ഇത്തവണ ശ്രേയയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നില്ലേ ഈ സ്പോട്ടിൽ കൂടെ. സാധാരണ നമ്മൾ പോകുന്ന വഴി കൂടെ സ്റ്റാച്ചു, ഈ സ്പോട്ട്, പാളയം അങ്ങോട്ടൊന്നും പോയില്ല എന്ന് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പം എന്തായാലും ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. മാനവീയം വീതി അങ്ങോട്ടേക്ക് പോവുകയാണ്. ശ്രേയയ്ക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞു. ശ്രേയ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് പഴവങ്ങാടി ഗണപതി ടെമ്പിൾ. മ്യൂസിയം എത്തി. ലെഫ്റ്റ് സൈഡിലാണ് ശ്രേയ മ്യൂസിയം. തൊട്ടപ്പുറത്ത് നേരെ ഫ്രണ്ടിൽ. നല്ല രസമല്ലേ? അതെ അതെ, വെറുതെ ഒരു വാക്ക് വേ അല്ലേ? അതെ, നമ്മുടെ മറൈൻ ഡ്രൈവ് ഒക്കെ പോലെ. ഈ സൈഡിൽ കണ്ടോ, വോളിൽ കംപ്ലീറ്റ് പെയിന്റിങ്സ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ലൈറ്റ്സും നല്ല രസമുണ്ട് നടക്കാൻ. അങ്ങ് അച്ഛൻ വരെ ഉണ്ടല്ലേ പെയിന്റിങ്സ്? യെസ്. അപ്പുറത്തെ സൈഡിൽ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ റൗണ്ടായിട്ട് ഇങ്ങനെ കെട്ടി ഇട്ടിട്ടുണ്ട്. അവിടെ വന്നിരിക്കുന്നുണ്ട് ആൾക്കാരെല്ലാം. കൊള്ളാല്ലേ? കൊള്ളാം. എന്താ ഇപ്പം ചെയ്യേണ്ടത്? ഇവിടുന്ന് അവിടം വരെ പോയിട്ട് ഇവിടുന്ന് ഓട്ടോ എടുത്തിട്ട് പോകാം. ഞങ്ങൾ ആക്ച്വലി കാറിലാണ് എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ വന്നത്. ട്രിവാൻഡ്രം വന്നിട്ട് കാർ അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് ഓട്ടോയിലാണ് ഓരോ സ്ഥലത്ത് പോകുന്നത്. അല്ലെങ്കിൽ പാർക്കൊക്കെ ചെയ്യണ്ടേ? പിന്നെ വീണ്ടും പാർക്ക് ചെയ്യണം പല സ്ഥലങ്ങളിലും. അത് സ്ഥലം കണ്ടുപിടിക്കണം. പിന്നെ തിരിച്ച് അത്രയും ദൂരം നാളെ ഡ്രൈവ് ചെയ്ത് പോകണ്ടേ. അതുകൊണ്ട് ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്. ഞങ്ങളെല്ലാം ഊബറാക്കിയിട്ടാണ്. ഇതൊക്കെ എന്താ ഉദ്ദേശിക്കുന്നതെന്നാവോ? ഓ, ഇതൊക്കെ ഇതാണ്. വന്നിട്ട് നമുക്ക് ഒരു ദിവസം വിശദമായിട്ട് വീഡിയോ എടുക്കാം. യെസ്. ഈ റോഡിന്റെ പേരെന്തായിരുന്നു? മാനവീയം വീഥി അല്ലേ? മാനവീയം വീഥി. കുറച്ചു കാലം മുമ്പാന്ന് തോന്നുന്നുള്ളൂ ഇത് ഇത്രയും ഡെവലപ്പ് ചെയ്തതൊക്കെ. ഇത്രയും ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ. പക്ഷെ നമ്മളിതിൽ പാസ് ചെയ്ത് പോയി, ഇറങ്ങാൻ പറ്റില്ല. ഞാനൊക്കെ ഇവിടെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞു. റോഡൊക്കെ അപ്പോഴും ഇതുപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല റോഡായിരുന്നു. പണ്ട് തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ റോഡിൽ കൂടെ ഇങ്ങനെ പോകാൻ. ഇപ്പോഴാണ് ഇത്രയും ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ വന്നതും നൈറ്റ് ലൈഫ് തിരുവനന്തപുരത്ത് ഇത്രയും വന്നത് ഈയിടെയാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇവിടം വരെ നടന്നു വന്നു. ഇനി വീട്ടിൽ പോകും. കണ്ടപ്പോൾ ഒരു സമാധാനം. കുറേ നാളായി വരണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി. നാളെ രാവിലെ ഇറങ്ങണം.
എറണാകുളത്ത് എത്തണ്ടേ. ഈ ഒരു കെയർ ഓഫിൽ ഒന്നുകൂടി ശ്രീ പത്മനാഭസ്വാമിയെ തൊഴാൻ പറ്റി. എത്ര തവണ ഇവിടെ വന്നാലും എനിക്ക് മതിയാവില്ല. കാരണം ഞാൻ പഠിച്ച് വളർന്ന സ്ഥലമാണിത്. പിന്നെന്താ, ഒരുപാട് ഓർമ്മകളുണ്ട് ഇവിടെ. പിന്നെ ശ്രീ പത്മനാഭസ്വാമിയുണ്ട്. സോ ഇനിയും ട്രിവാൻഡ്രത്ത് വരാൻ പറ്റിയ ചാൻസ് ഒന്നും ഞാൻ കളയില്ല. പിന്നെ ശ്രേഷ്ഠ ഷൂട്ട് ചെയ്യാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് ഇവിടെ താമസിച്ച സമയത്ത് ഒന്നും പോകാത്ത പല സ്ഥലങ്ങളും ഇപ്പോൾ ശ്രേഷ്ഠ കാരണം പോകാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ടെമ്പിൾസൊക്കെ പണ്ടൊക്കെ അറിയാമായിരുന്നു, ഇങ്ങനെ അമ്പലങ്ങളുണ്ടെന്നൊക്കെ അറിയായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാനോ അങ്ങനെയൊന്നും നമ്മൾ അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴാണ് ഈ മ്യൂസിക്കിൽ ഇത്ര ഇൻട്രസ്റ്റ് വന്ന് ഓരോ കർണാട്ടിക് കോമ്പോസിഷൻസ് കേൾക്കുമ്പോഴും പിന്നെ ഓരോ ഹിസ്റ്ററീസ് ഓരോ സ്ഥലത്തിനെക്കുറിച്ച് അറിയുമ്പോഴുമാണ് കൂടുതൽ ക്ഷേത്രങ്ങളെക്കുറിച്ച് അറിയാനും അതിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നപ്പം ഇതിനു മുമ്പും വന്നപ്പോഴും ഒരുപാട് ക്ഷേത്രങ്ങളുടെ ശ്രേഷ്ഠ എപ്പിസോഡ്സ് നമ്മൾ ചെയ്തു. ഇത്തവണയും അതുപോലെ 2 ക്ഷേത്രങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി. ഇനിയും വരാം. ഞങ്ങൾ 6:45 7 മണിയൊക്കെ ആയപ്പോഴായിരുന്നല്ലോ ഇന്ന് ഫുഡ് കഴിച്ചത്. രാത്രി 10 മണിയായപ്പോൾ വീണ്ടും വിശന്നു. അപ്പോൾ വീണ്ടും നമ്മൾ സൊമാറ്റോന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് കഴിക്കുകയാണ്. ഇപ്പോൾ മണി 10:45. ഭയങ്കര വിശപ്പായതുകൊണ്ട് ഫുഡ് ഓർഡർ ചെയ്തു. ഇങ്ങനൊരു കോംബോ എവിടെ നിന്നാണ്, വാവ് ചൈന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. നല്ലൊരു കോംബോയാണ്. വെജാണ്, നൂഡിൽസ് ഉണ്ട്, കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ട്, ബാക്കി ചൈനീസാണ്. വെജ് തന്നെയാണ്. ചില്ലി പനീർ താലി പോലെ അല്ല, എല്ലാം കൂടി. മോമോസ് ഉണ്ട്, ഗുലാബ് ജാമുൻ ഉണ്ട്, ഇങ്ങനെ കുറച്ച്. ഇതെന്താ, അത് സ്റ്റിർഡ് വെജിറ്റബിൾസ്. ഇത്രയും സംഭവങ്ങളുണ്ട്. ഇത് എറണാകുളത്ത് ഇതില്ലാന്ന് തോന്നുന്നു. അറിയില്ല, നമ്മൾ ഈ മോമോസ് അധികം പറയാറില്ല. പിന്നെ ഈ സമയത്ത് രാത്രി വേറെ കിട്ടില്ലാത്തതുകൊണ്ട് ഇത് പറഞ്ഞ, പക്ഷെ കൊള്ളായി. ഒത്തിരി സാധനങ്ങളുണ്ട് ഇതിൽ. കഴിക്കാം അല്ലേ? എടുത്തോളൂ. രാത്രി 10:45 കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡ്. എങ്ങനെയുണ്ട്? അപ്പോൾ വീഡിയോ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇന്ന് നല്ലൊരു സ്റ്റേ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു. തിരിച്ചു പോവല്ലേ? ഓക്കെ, അപ്പോൾ ബൈ പറയാം അല്ലേ? തിരിച്ചു പോകുമ്പം വന്ന വഴി തന്നെയല്ലേ പോകുന്നതെന്നും ഒന്നും എടുക്കാനൊന്നുമില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.